നമസ്കാരം. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളുടെ ഒരു ഭാഗമായി ഇപ്പോൾ രാജ്യത്തിന്റെ ദേശീയ ഗാനം അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ദേശീയ ഗാനത്തെ പൂർണ്ണമായും റീകൺസ്ട്രക്ട് ചെയ്യുക, പുനർനിർമ്മിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. പരമ്പരാഗത മതനിയമങ്ങൾ പോലും പരിഷ്കരിച്ചുകൊണ്ട് ഉൾപ്പെടെ നടക്കുന്ന സാംസ്കാരികമായ ഒരു മാറ്റങ്ങളുടെ ഒരു തുടർച്ചയായൊക്കെയാണ് ദേശീയ ഗാനത്തിൽ ഉണ്ടാവുന്ന ഈ മാറ്റത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകപ്രശസ്ത സംഗീത സംവിധായകൻ ഹാൻസ് സിമ്മർ ആകും സൗദി അറേബ്യയുടെ പുതിയ ദേശീയ ഗാനം ചിട്ടപ്പെടുത്താൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി, അതായത് GEA, ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തി വരികയാണ്. ജർമ്മൻ മ്യൂസിക് കമ്പോസറായ ഹാൻസ് സിമ്മർ 1999 ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിലും അതുപോലെ 2014 ഒരു അഭിമുഖത്തിലും തന്റെ ജൂത പാരമ്പര്യം വെളിപ്പെടുത്തിയിരുന്നു. ആ നിലയ്ക്ക് സാംസ്കാരികമായ ഒരു മാറ്റം കൂടിയാവും പുതിയ ദേശീയ ഗാനത്തിന്റെ ഈ അപ്ഡേഷനിലൂടെ സൗദി ലക്ഷ്യമിടുന്നത്. ഹാൻസ് സിമ്മറുമായുള്ള ചർച്ചയുടെ ചിത്രമടക്കം ഔദ്യോഗികമായി തന്നെ GEA ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈവിധ്യമാർന്ന സംഗീതോപകരണങ്ങൾ ഉൾപ്പെടുത്തി ദേശീയ ഗാനത്തിന് പുതുമ നൽകാനുള്ള നീക്കത്തിലാണെന്ന് തുർക്കി അൽ ഷെയ്ഖ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നു. സൗദി അറേബ്യയുടെ സമ്പന്നമായ പൈതൃകത്തിൽ നിന്നും അതുപോലെ അതിന്റെ സംസ്കാരത്തിൽ നിന്നുമെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആധുനികമായ ഒരു സൗദിയെ അന്താരാഷ്ട്ര വേദികളിൽ പ്രസന്റ് ചെയ്യുന്ന തരത്തിലാവും പുതിയ ദേശീയ ഗാനം എന്നാണ് വിവരങ്ങൾ. സ്ത്രീകൾക്കുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടെ എടുക്കുന്ന വിപ്ലവകരമായ തീരുമാനങ്ങൾക്കൊപ്പം തന്നെ സാംസ്കാരികമായി രാജ്യത്തെ റീബ്രാൻഡ് ചെയ്യുകയാണ് മുഹമ്മദ് ബിൻ സൽമാൻ. പുതിയ ദേശീയ ഗാനം മാറിയ സൗദിയുടെ ഒരു വിളംബരമാകും എന്ന് തീർച്ച. സൗദി അറേബ്യയുടെ യഥാർത്ഥ ദേശീയ ഗാനം അസ്സലാം അൽ മലക്കി, ദി റോയൽ സല്യൂട്ട് ആണ്. 1947 രചിക്കപ്പെട്ട ഈ ഗാനം 1950 ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. അതിനുശേഷം ദേശീയ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായി ഈ ഗാനം അറിയപ്പെടുന്നു. ഗാനത്തിന്റെ വരികൾ രാജ്യത്തിന്റെ ഇസ്ലാമിക പൈതൃകം, രാജവാഴ്ച, സമാധാനത്തിനും സമൃദ്ധിക്കുമുള്ള പ്രതിജ്ഞ എന്നിവയാണ് ഉൾക്കൊള്ളുന്നത്. പതിറ്റാണ്ടുകളായി ഇത് സൗദികൾക്ക് അവരുടെ ഐഡന്റിറ്റിയുടെയും രാജ്യത്തിന്റെ സ്ഥിരതയുടെയും ഒക്കെ ഒരു അടയാളമാണ്. എന്നാൽ സൗദി അറേബ്യ വിഷൻ 2030 കീഴിൽ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചതോടെ അതിന്റെ ദേശീയ പൈതൃകങ്ങൾ ആധുനികവൽക്കരിക്കാനും MBS തീരുമാനമെടുത്തിരുന്നു. പഴയ ഗാനം ആ കാലഘട്ടത്തിൻ്റെതാണ് എന്ന നിലയിലാണ് പുതിയ കാലത്തിന് പുതിയ ഗാനം എത്തുന്നത്. രാജ്യത്തിന്റെ വികസിതമായ ആഗ്രഹങ്ങളും ആധുനികമായ മൂല്യങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നത് കൂടിയാവും പുതിയ ദേശീയ ഗാനം. 2030 വിഷൻ 2030 പൂർത്തിയാകുന്നതോടെ രാജ്യം സാമ്പത്തികമായും സാംസ്കാരികമായുമെല്ലാം പൂർണ്ണമായി മറ്റൊരു ആധുനിക സൗദി അറേബ്യയായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും മാറ്റമില്ലാത്തത് മാറ്റങ്ങൾക്ക് മാത്രമാണെന്ന് ഉറപ്പിക്കുകയാണ് MBS. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.